ഹായ് ഡിയേഴ്സ്, ഇന്ന് സ്വീറ്റ് കോണും പൊട്ടറ്റോയും വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. അടിപൊളി കറിയാണ്. അപ്പോൾ ഈ സ്വീറ്റ് കോണിന് നല്ല കുതിരയുടെ വാല് പോലെ വാലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല നീട്ടത്തിലുള്ള വാല് കണ്ട നിറയെ അതിൻ്റെ അകത്തും കാണുമല്ലോ നമ്മൾ ഓൾറെഡി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കാം. നല്ല തൊലി പെട്ടെന്ന് പോകുന്ന തരത്തിൽ ഉരുളക്കിഴങ്ങ് കട്ടെടുത്തേക്കണം. അതാ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതേ നമ്മൾ സ്വീറ്റ് കോണിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാഴക്കൂമ്പിൻ്റെയൊക്കെ തൊലി കളയുന്ന പോലെ കണ്ടോ. നല്ല ഫ്രഷാണ്, അതൊന്നും പറയാനില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചതാണ് കണ്ടോ. ഞങ്ങളുടെ ഒരു ഗ്രാൻഡ് ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചാട്ടോ. നല്ല ഫ്രഷ് കണ്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കിട്ടിയേക്കണം. നമുക്കത് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇത് പുഴുങ്ങി കഴിയുമ്പോഴാണോ അത് വിട്ട് പോരാ. നമുക്ക് എടുക്കണമെങ്കിൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ ഇഡ്ലിച്ചെമ്പ് വെച്ചിട്ട് അതിനകത്തേക്ക് പുഴുങ്ങാൻ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആവി കയറി കഴിഞ്ഞാൽ വേഗാവുന്നതേ ഉള്ളൂ. നമ്മൾ ബട്ടറൊക്കെ ഇട്ടിട്ട് കഴിക്കാറില്ലേ. അപ്പോൾ ഇതിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പൊട്ടറ്റോ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തൊലി കളയുന്ന രീതിയിലുള്ള പൊട്ടറ്റോ ആണ് ഏറ്റവും ടേസ്റ്റും കൂടുതൽ. നോക്കിയെടുത്താൽ മതി. ഇങ്ങനത്തെ ഒരു ടൈപ്പ് കളറായിരിക്കും. വേറെ പോളിഷുള്ള ടൈപ്പ് ഉരുളക്കിഴങ്ങുണ്ട്, അത് പെട്ടെന്ന് തൊലി പോകില്ല, ചെത്തി കളയേണ്ടി വരും. ഇതാണ് ഏറ്റവും ടേസ്റ്റും ഫ്രഷ് ആയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനത്തെ നോക്കി മേടിക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉരുളക്കിഴങ്ങും സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള കറിയാണെന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് മീഡിയം ആയിട്ടോ വലുതായിട്ടോ ഒക്കെ മുറിച്ചിടാം കേട്ടോ, ഒന്നും കുഴപ്പമില്ല. ഞാനൊരു മീഡിയം വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ദേ ഏകദേശം ഇത്രയും ഉണ്ടോ, ഞാൻ ഇത്രയും ഇതിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ വെന്തോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു യെല്ലോ കളറായി ഉണ്ടോ. നല്ല യെല്ലോ കളർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ആറ്റാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ ചട്ടിയിലാട്ടോ ഞാൻ കറി ഉണ്ടാക്കണേ. അപ്പോൾ ചട്ടിയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം കേട്ടോ. കാരണം ഇതിന് നമുക്ക് എക്സ്ട്രാ വെള്ളം പിന്നീട് ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ ചട്ടിയിലിട്ടും കുക്കറിലൊക്കെ വേവിച്ചെടുക്കാൻ വേഗം, പക്ഷേ ടേസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ 3 പച്ചമുളക് നെടുകെ കയറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അവിടെ കിടന്ന് വേഗട്ടെ. ഇച്ചിരി ശകലം കൂടെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വേഗട്ടെ. കുക്കറിലാണെങ്കിൽ ഒറ്റ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞു. പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ചട്ടിയിലുണ്ടാക്കണതും കുക്കറിലുണ്ടാക്കണം. ഇതിനെ അടച്ചു വയ്ക്കാം. നന്നായിട്ട് അവിടെ നിന്ന് വേഗട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പണിയുണ്ട്. തേങ്ങ വറുത്തെടുക്കണം. വറുത്തരച്ചിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങ വറുത്തെടുക്കാൻ. എന്നാലും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റും കിട്ടും. പിന്നെ നമുക്ക് ഓൾറെഡി ഒരു പെട്ടെന്ന് വറന്നും കിട്ടും. അതിനുവേണ്ടി നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇനി 2 കുഞ്ഞുള്ളി ചേർത്ത് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ ഉള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുഞ്ഞുള്ളിയാണ് ചേർക്കണം, ടേസ്റ്റാണ്. ഇനി അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം വറവായി. ഇതിപ്പോൾ ഒരു മീഡിയം വറവായി. ഇനി ആ നേരം കൊണ്ട് ഞാനത് ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടിട്ട് അതിൻ്റെ അടപ്പ് പിടിച്ചപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് വരണേ ഉള്ളൂ കേട്ടോ, ആയിട്ടില്ല കണ്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ അവിടെ നിന്ന് വേഗട്ടെ. അപ്പോൾ തേങ്ങ വറുത്തൊരു 3/4 പരിവാകുമ്പോഴത്തേക്കും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിക്കുരുവാണ് കേട്ടോ. മല്ലിപ്പൊടി ചേർക്കുന്നത് ഏറ്റവും നല്ലത് മല്ലിക്കുരുവാണ്, അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ച പൊടിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വരട്ടെ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളക് ചേർത്ത് മുളക് പൊടി ഉണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ വറ്റൽമുളക് ചേർത്ത് ടേസ്റ്റ് ഇതാണ്. ഇനി അപ്പോൾ ആ ഒരു മല്ലിക്കുരുവിൻ്റെ ആ ഒരു പച്ചമയമൊക്കെ പോയി ഒന്ന് വറന്ന് വരണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ടേസ്റ്റ് മേക്കേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് ഉലുവയാണ്. 2 തരി ഉലുവ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ വറുത്തരയ്ക്കുമ്പോൾ ടേസ്റ്റ് മേക്കറാണ്. പിന്നെ ജീരകം. ഈ ജീരകമൊക്കെ ഒരു നുള്ളി ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് മേക്കറാണ് കേട്ടോ. നമ്മൾ എന്ത് വറുത്തരയ്ക്കാൻ എടുത്താലും ഇടാൻ ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വറുത്ത് എടുക്കുക. കരിഞ്ഞ് പോകരുത് കേട്ടോ. ഇനി അവസാനമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോവും. മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഇനി അവിടെ ഇരുന്ന് ആറിക്കഴിഞ്ഞ് നമുക്കൊന്ന് വടിയെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് ഉരുളക്കിഴങ്ങ് വെന്തോന്ന് ഒന്നും കൂടെ പോയി നോക്കിയിട്ട് വരാം. അപ്പോഴേ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു പാകം അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇനി അത് ഒരു മീഡിയമായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ചും കൂടി നേരം ഒരു 5-10 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ, 10 മിനിറ്റ് വേണ്ട കേട്ടോ, 5 മിനിറ്റ് കഴിഞ്ഞാൽ റെഡിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ കണ്ടോ ഈ കോണൊക്കെ ഞാൻ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സ്പൂൺ കൊണ്ടാട്ടോ ഞാൻ ചെയ്തത്. അത് എടുക്കുന്ന മെഷീനെ കൊണ്ട് അതിവിടെ ഇല്ല കേട്ടോ. സ്പൂൺ കൊണ്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കണത്തുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി കോൺ നമ്മളൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി പ്രത്യേകം വേവേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമുക്കൊന്ന് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ കിടന്ന് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് അരവ് ചേർത്ത് കൊടുത്ത് റെഡിയാക്കാം. അപ്പോൾ ഇതേ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കോണും കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരവ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഈ ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, പക്ഷേ നമുക്ക് അതിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അത്യാവശ്യം ഉപ്പൊക്കെ നോക്കുക. ഇനി കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇത് കുറുകിപ്പോവും, ഒത്തിരി കുറുകിപ്പോവും. അപ്പോൾ ശകലം വെള്ളം ചേർക്കാം കേട്ടോ. നമുക്ക് പുളിയൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ, പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചൊന്നും ഒത്തിരി കുറുകണ്ട, കാരണം ഇത് നന്നായിട്ട് കുറുകി വരുന്ന സെറ്റപ്പ് നമ്മൾ നിർത്തുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇരിക്കും തോറും ഇതിങ്ങനെ കുറുകി വരും. കണ്ടോ, അപ്പം നമ്മുടെ കോൺ എന്ന് പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. കണ്ണിനും അതുപോലെ തന്നെ ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഉള്ള സാധനമാണ് ഈ കോൺ എന്ന് പറഞ്ഞ സാധനം അല്ലേ. ഉരുളക്കിഴങ്ങും ഇതും കൂടി ചേരുമ്പോൾ അടിപൊളി കറി കേട്ടോ. നമ്മൾ താളിച്ചിടുകയാണ്, വറ്റൽമുളക് കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് താളിച്ചിടുകയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചെമ്മീനും ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കില്ലേ, അതുപോലെ തന്നെയാണ്. ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഈ ജീരകമൊന്നും നമ്മൾ ചെമ്മീൻ ഇടുമ്പോഴത്തേക്കും ചേർക്കില്ല. അപ്പോൾ ഈ ഒരു വറുത്തരച്ച കറി ഉണ്ടെങ്കിൽ എന്തോരം വേണമെങ്കിലും ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു, ബൈ.